വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെം ഇംഗ്ലീഷ് പേപ്പറായിട്ടുള്ള ലിറ്ററേച്ചർ ഇൻ ദി കണ്ടംപററി വേൾഡിലെ ബ്ലോക്ക് 1 യൂണിറ്റ് ഫസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് യു വെൽക്കം ടു അവർ ക്ലാസ്. നമുക്കറിയാം നമ്മുടെ ബുക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് വൈസ് ആണ്. അപ്പം അതിൽ ബ്ലോക്ക് ഫസ്റ്റിലെ യൂണിറ്റ് ഫസ്റ്റിൻ്റെ പേരാണ് ദ മൊമെൻറ്റ്. ഒരു പോമാണ് ദ മൊമെൻറ്റ് ബൈ മാർഗരറ്റ് അറ്റ്വുഡ്. അപ്പോൾ നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ട് നോക്കാം. മാർഗരറ്റ് അറ്റ്വുഡ്. ഷീ ഈസ് എ കനേഡിയൻ പോയറ്റ്, നോവലിസ്റ്റ് ആൻഡ് എസ്സേയിസ്റ്റ് known for feminist themes and environmental concerns. Famous works include The Handmaid's Tale, Oryx and Crake, alias Grace, focuses on the relationship between humans and nature. അപ്പോൾ നമുക്ക് നോക്കാം. മാർഗരറ്റ് അറ്റ്വുഡ് കനേഡിയൻ പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്. അപ്പം ഒരു കാനഡ ബോൺ പോയറ്റ് ആണ്, നോവലിസ്റ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്. പിന്നെ ഷീ ഈസ് നോൺ ഫോർ ഫെമിനിസ്റ്റ് തീംസ് ആൻഡ് എൻവിയോൺമെന്റൽ കൺസേൺ. അവർ കൂടുതലും അറിയപ്പെടുന്നത് ഫെമിനിസത്തെ കുറിച്ചിട്ട് എഴുതിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എൻവിയോൺമെന്റിനെ കുറിച്ചിട്ട് എഴുതിയിട്ടുമാണ് അവരെന്തായിട്ടുള്ളത്, ഫേമസ് ആയിട്ടുള്ളത്. മീൻസ് കൂടുതൽ വർക്കും ഈ രണ്ട് തീംസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അവരുടെ ഫേമസ് വർക്ക്സ് ആണ് ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ, ഓരിക്സ് ആൻഡ് ക്രേക്ക്, ആലിയാസ് ഗ്രേസ്. അപ്പം നോട്ട് ചെയ്യുക. അപ്പം ഇത്ര മതി. നമ്മുടെ ഓതറിനെ കുറിച്ച് സിമ്പിൾ ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. പിന്നെ അവർ പോം ഫോക്കസസ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, നമ്മുടെ ഈ പോയം എന്തായിട്ടുള്ളത് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ പോയം പ്രകൃതി മനുഷ്യൻ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പോയത്തിലേക്ക് നോക്കാം. ഫുൾ പോം നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. ദ പോം ദ മൊമെന്റ്. 3 സ്റ്റാൻസസ് ആയിട്ടാണ് നമ്മുടെ പോം ഉള്ളത്. അപ്പം ഫസ്റ്റ് സ്റ്റാൻസ, The moment when after many years of hard work and a long voyage, you stand in the center of your room, house, half acre, square mile, island, country, knowing at last how you got there and say, I own this. അപ്പം ഫസ്റ്റ് സ്റ്റാൻസിൽ പറയാണ് ദ മൊമെന്റ് വെൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എ ലോങ് വോയേജ്. അപ്പോൾ ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷം, അതുപോലെ ഒരുപാട് കാലത്തെ യാത്രയ്ക്ക് ശേഷം, കാത്തിരിപ്പിന് ശേഷം ഒരു മൊമെന്റ് വന്നിട്ടുണ്ട്. യു സ്റ്റാൻഡ് ഇൻ ദ സെന്റർ ഓഫ് യുവർ റൂം, ഹൗസ്, ഹാഫ് ഏക്കർ, സ്ക്വയർ മൈൽ, ഐലൻഡ്, കൺട്രി, നോവിങ് അറ്റ് ലാസ്റ്റ് ഹൗ യു ഗോട്ട് ദർ ആൻഡ് സേ ഐ വോണ്ട് ദിസ്. ഇപ്പൊ ഞാൻ എവിടെയാണുള്ളത്? ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് കാത്തിരുന്നിട്ട് വാങ്ങിയിട്ടുള്ള റൂം, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ സ്ഥലം, അല്ലെങ്കിൽ സ്ക്വയർ മൈൽ, ഐലൻഡ്, കൺട്രി. ഇത് ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഇതിലേതെങ്കിലും ഒന്ന് നേടിയിട്ട് അതിന്റെ സെന്ററിൽ വന്നിട്ട് നിൽക്കുകയാണ്. മീൻസ് അവിടെ വന്നിട്ട് നമ്മൾ പറയാണ് നോവിങ് അറ്റ് ലാസ്റ്റ് ഹൗ യു ഗോട്ട് ദർ. ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് ചിന്തിക്കുകയാണ്. ആൻഡ് സേ ഐ ഓൺ ദിസ്. പറയാണ്. എന്നിട്ട് ഞാനിത് സ്വന്തമാക്കിയല്ലോ എന്നെന്താണ്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്കിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കിയാൽ നമ്മൾ ആ വീടിൽ പോയിട്ട് എന്ത് പറയും? അയ്യോ, ഞാൻ ഒരുപാട് സ്ട്രഗിളിന് ശേഷം എനിക്കൊരു വീട് കിട്ടിയല്ലോ, ഞാനിത് സ്വന്തമാക്കിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ പറയും അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയും. ഇനി സെക്കൻഡ് സ്റ്റാൻസ is the same moment when the trees unloose their soft arms from around you, the birds take back their language, the cliff fissure and collapse, the air moves back from you like a wave and you can't breathe. പറയാണ് It's the same moment when the trees unloose their soft arms from around you. നമ്മൾ പറഞ്ഞു ഇത് ഞാൻ സ്വന്തമാക്കി, ഇതിൻ്റെ സ്വന്തമാണെന്ന് പറയുന്ന ആ നിമിഷം മുതൽ എന്ത് ചെയ്യും? when the trees unloose their soft arms from around you. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും മുറുകെ പിടിച്ച ആ മരങ്ങളുടെ കൈകൾ ലൂസൺ ചെയ്യുന്ന പറഞ്ഞാല് നമുക്കറിയാം നമ്മുടെ ചുറ്റും നമ്മുടെ നിലനിൽപ്പിന് കാരണക്കാരായ ഒരു കാര്യമാണ് ഇത് ട്രീസ് അല്ലേ? അപ്പൊ ആ മരങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ അൺലൂസ് ചെയ്യും പറഞ്ഞാല് പിടിവിടും എന്നർത്ഥം. പിന്നെ ദ ബേർഡ്സ് ടേക്ക് ബാക്ക് ദർ ലാംഗ്വേജ്. നിങ്ങൾക്ക് വേണ്ടി പാടിക്കൊണ്ടിരുന്ന പക്ഷികളൊക്കെ എന്ത് ചെയ്യും? അവരുടെ പാട്ടുകൾ നിർത്തും. ദ ക്ലിഫ്സ് ഫിഷർ ആൻഡ് കൊളാപ്സ്. പാറക്കെട്ടുകളൊക്കെ തകർന്ന് പൊളിഞ്ഞടിയും. ദ എയർ മൂവ്സ് ബാക്ക് ഫ്രം യു ലൈക്ക് എ വേവ് ആൻഡ് യു കോണ്ട് ബ്രീത്ത്. നിങ്ങൾ
എന്താണ് നിങ്ങളുടെ നിലനിൽപ്പിന് കാരണക്കാരനായ എന്താണ് നമ്മുടെ ബ്രീത്തിങ് അല്ലെ, നമുക്ക് ഓക്സിജൻ കിട്ടുന്നത് എന്താണ് നമ്മുടെ സറൗണ്ടിങ്സ് നിന്നാണ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. അപ്പം എന്താണ് നമ്മൾ ശ്വസിക്കുന്ന വായു അടക്കം എന്താണ് നിൽക്കും, എന്താണ് നിങ്ങളെ വിട്ടുപോകും. ആൻഡ് യു കോണ്ട് ബ്രീത്ത്, പിന്നെ നിങ്ങൾക്ക് എന്തിനു കഴിയില്ല, ശ്വസിക്കാന് കഴിയില്ല. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി തേർഡ് സ്റ്റാൻസയ്ക്ക് പോവാണ്. No, they whisper, you own nothing. You were a visitor, time after time, climbing the hill, planting the flag, proclaiming, we never belonged to you, you never found us. It was always the other way round. പറയാണ് നോ ദേ വിസ്പർ. പക്ഷേ എന്താണ് നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളും എന്താണ് പ്രകൃതി നമ്മളോട് പറയാണ് നോ, നിനക്ക് സ്വന്തമല്ല ഒന്നും. ദേ വിസ്പർ, അവരെന്താണ് മന്ത്രിക്കും. യു ഓൺ നത്തിങ്, നിനക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒന്നുമില്ല. യു ആർ എ വിസിറ്റർ, നീ എന്താണ്, നീ ഇവിടെ വെറും കേവലം ഒരു സന്ദർശകനാണ്. ടൈം ആഫ്റ്റർ ടൈം ക്ലൈംബിംഗ് ദ ഹിൽ, മേ ബി നീ എന്ത് ചെയ്യും, എന്താണ് നമ്മളിപ്പം കൊടുമുടി കീഴടക്കി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിങ്ങൾക്ക് എന്താണ് കുന്ന് കീഴടക്കാം, മല കീഴടക്കാം. പ്ലാന്റിങ് ദ ഫ്ലാഗ്, എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം, ഫ്ലാഗ് പ്ലാന്റ് ചെയ്യാം. എന്നിട്ട് പറയാം എന്ത്, ഞാൻ വിജയിച്ചു എന്നൊക്കെ പറയാം. പക്ഷെ വി നെവർ ബിലോങ് ടു യു, പക്ഷെ എന്താണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല. യു നെവർ ഫൗണ്ട് അസ്, ഞങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല. കാരണം ഇറ്റ് വാസ് ഓൾവേസ് ദ അതർ വേ റൗണ്ട്, എന്താണ് ഞങ്ങളുടെ ചുറ്റും എന്താണ് മറ്റു വഴികൾ ഉണ്ട് എന്നതിനർത്ഥം. ഇനി നമ്മൾ എന്താണ് സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷൻ നോക്കാണ്. സ്റ്റാൻസ ഫസ്റ്റില് എന്താണ് ഷോർട്ടായിട്ട് എന്താണ് നമ്മുടെ പോയറ്റ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺ ഹു ഫൈനലി അറൈവ്സ് അറ്റ് എ പ്ലേസ് ദ ഡ്രീംഡ് ഓഫ് ഓണിങ്. അപ്പൊ എന്താണ് ഒരു വ്യക്തി അവനെ ഒരുപാട് കാത്തിരുന്നിട്ട് അവന്റെ സ്വപ്നം എന്താണ് സാക്ഷാത്കരിച്ച സ്ഥലത്തേക്ക് വരികയാണ്. ദ ബിലീവ് എവ്രിതിങ്, ലാൻഡ്, ഹൗസ്, ഫോറസ്റ്റ് ബിലോങ്സ് ടു ദം. അപ്പൊ അവര് വിശ്വസിക്കുന്നത് എന്റെ സ്വന്തമാക്കി, ഞാൻ ക്യാഷ് കൊടുത്ത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് നേടിയ എന്റെ ഭൂമിയാണ്, അല്ലെങ്കിൽ എന്റെ വീടാണ്, അല്ലെങ്കിൽ കൈയടക്കിയ ഫോറസ്റ്റിന്റെ ഭാഗമാണ്, അങ്ങനെയൊക്കെ എന്താണ് ഇതിപ്പോ എന്റെ സ്വന്തമാണ് എന്ന് വിചാരിക്കും. അതാണ് എന്തിൽ പറയുന്നത്, ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസയിൽ പറയാണ് എന്താണ് നമ്മുടെ സ്റ്റാൻസ് തുടങ്ങുന്നത് ഇറ്റ് ഈസ് യുവേഴ്സ്, ഇറ്റ് ഈസ് യുവർ പൊസിഷൻ എക്സെട്ര. അപ്പം ദ സ്പീക്കർ എക്സ്പ്രസസ് എ സെൻസ് ഓഫ് അച്ചീവ്മെന്റ് ആൻഡ് പ്രൈഡ്. ഞാൻ നേടി എന്നുള്ള ഒരു അഹങ്കാരം, അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല, അഹങ്കാരം എന്ന് പറയാം. പക്ഷെ നമ്മൾ ഒരുപാട് അഭിമാനത്തോടെ ഞാൻ നേടി എന്നുള്ളത് പറയാണ്. ദ പേഴ്സൺ തിങ്സ് ദേ കൺട്രോൾ ആൻഡ് ഓൺ നേച്ചർ. ഇപ്പൊ ആ മനുഷ്യന്റെ ചിന്തയിൽ എനിക്ക് എന്റെ ചുറ്റുള്ള പ്രകൃതി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കാരണം എന്റെ സ്വന്തമാണ് എന്ന് പറയാണ്. എല്ലാം എന്റെ സ്വന്തമാണ്, എനിക്ക് കൈയടക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറയാണ്. വേർഡ്സ് ലൈക്ക് യുവേഴ്സ് ഹൈലൈറ്റ്സ് ദിസ് ഫോൾസ് ബിലീഫ്. യുവേഴ്സ്, നിന്റെ എന്നുള്ളത് അതൊരു പക്ഷേ ഇതെന്താണ് തെറ്റായ വിശ്വാസമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഒന്നും നമ്മുടെ സ്വന്തം അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി സ്റ്റാൻസ 3 ബട്ട് ദ മൊമെന്റ്സ് പാസസ്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യണത് സഡൻലി റിയാലിറ്റി സ്ട്രൈക്സ്. പെട്ടെന്നാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്നത്. നേച്ചർ, നമ്മൾ പ്രകൃതിയിലുള്ളതാണ് ട്രീസ്, മരങ്ങളാവട്ടെ, ആനിമൽസ്, എർത്ത്, ഭൂമി ഒക്കെ. ടു സ്പീക്സ് ആൻഡ് സേസ്, അതെന്ന് പറയും യു നെവർ ഓൺഡ് അസ്, ഞങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും എന്താക്കാൻ കഴിയൂല, സ്വന്തമാക്കാൻ കഴിയൂല. നേച്ചർ റിമൈൻസ് ദ സ്പീക്കർ ദേ വർ ഓൺലി അലൗഡ് ടു സ്റ്റേ ടെമ്പററിലി. കാരണം നിങ്ങൾ ഇവിടെ ഞങ്ങളെപ്പോഴും ഇവിടെ ഉണ്ട്, സ്ഥിര താമസക്കാരാണ്. എന്നാൽ നിങ്ങൾ ഇവിടെ ടെമ്പററിലി ആണ്, നിങ്ങൾ താൽക്കാലിക വിസിറ്റേഴ്സ് ആണ്. മനുഷ്യർ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ താൽക്കാലിക വിസിറ്റേഴ്സ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മുടെ പോം എന്ത് ചെയ്യണത്, അവസാനിക്കുന്നത്. അപ്പം ഇതാണ് പോം. ഇനി നമ്മളൊരു ഷോർട്ട് സമ്മറി നോക്കാം. നമ്മൾ ഇത്രയും പറഞ്ഞത് തന്നെ ഒന്ന് പറയാന്നുള്ളൂ. ദ പോം ഡിസ്ക്രൈബ്സ് എ മൊമെന്റ് വെൻ എ പേഴ്സൺ ഫീൽസ് ദേ ഓൺ എവറിത്തിങ്, ദ ലാൻഡ്, ദ ഹൗസ് ആൻഡ് ദെയർ സറൗണ്ടിങ്. അപ്പം നമ്മൾ പറഞ്ഞത് തന്നെ ഒരു വ്യക്തി സ്വന്തമായിട്ട് വീടോ ഭൂമിയോ എന്തെങ്കിലും അവരുടെ ചുറ്റുപാടൊക്കെ സ്വന്തമാക്കി വരും. അപ്പം എനിക്കെല്ലാം സ്വന്തമായി എന്നുള്ള തോട്ടാണ് ആൾക്ക് വരിക. ബട്ട് ദെൻ കംസ് ടു ദ റിയലൈസേഷൻ, പക്ഷേ യഥാർത്ഥത്തിൽ യു ഡോണ്ട് ആക്ച്വലി ഓൺ എനിത്തിങ്. നമ്മൾ ഒരിക്കലും മനുഷ്യനൊന്നും എന്ത് ചെയ്യുന്നില്ല, സ്വന്തമാക്കുന്നില്ല. കാരണം നേച്ചർ റിമൈൻസ് യു ദാറ്റ് എവറിത്തിങ് എക്സിസ്റ്റഡ് ബിഫോർ യു ആൻഡ് വിൽ റിമൈൻ ആഫ്റ്റർ യു. എല്ലാതും മനുഷ്യൻ നിങ്ങൾ വരുന്നതിന്റെ മുന്നേ ഇവിടെ ഉള്ളതാണ് എല്ലാ കാര്യങ്ങളും. ഇനി നിങ്ങൾ ഇവിടുന്ന് പോയാലും അതിനുശേഷവും ഇവിടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്.
യു ആർ ഓൺലി എ ടെമ്പററി വിസിറ്റർ. നിങ്ങൾ എന്താണ്, വെറും ഒരു താൽക്കാലിക സന്ദർശകർ മാത്രമാണ്, ഇവിടെ എന്നും നിലനിൽക്കുന്ന ആളുകളല്ല. ദ ലാൻഡ്, ട്രീസ് ആൻഡ് ആനിമൽസ് ബിലോങ്സ് ടു ദംസെൽസ്. പക്ഷെ എന്താണ്, ഈ മരങ്ങളും ഭൂമിയും മൃഗങ്ങളൊക്കെ എന്താണ്, അവർക്ക് സ്വന്തമാണ്. പക്ഷെ മനുഷ്യരെന്താണ്, താൽക്കാലിക വിസിറ്റേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ പോയറ്റിക് ഡിവൈസസ്, ഈ പോയത്തിൽ ഏതൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്. ഫസ്റ്റ് തന്നെ നമ്മുടെ പോം എന്താണ്, ഫ്രീ വേഴ്സ് ആണ്. ഫ്രീ വേഴ്സ് എന്ന് പറഞ്ഞാൽ റൈമിങ് സ്കീംസ് ഒന്നും ഉണ്ടാവില്ല, ഫോളോ ചെയ്യില്ല. ഒരു എന്താണ്, നോ റൈം സ്കീം ഓർ ഫിക്സ്ഡ് സ്ട്രക്ചർ, നാച്ചുറൽ ഫ്ലോ ഓഫ് തോട്ട്സ്. ഇതിനെന്തില്ല, ഒരു പോമാണ് പക്ഷെ അതിനെന്തില്ല, ഒരു സ്ട്രക്ചർ ഇല്ല. മീൻസ് അതിങ്ങനെ എന്താണ്, നാച്ചുറലി നമ്മൾ എന്താണ് ആ ലൈൻസ് ഇങ്ങനെ എഴുതി പോയിക്കാണ്, അല്ലാതെ പ്രത്യേക സ്ട്രക്ചർ ഒന്നും അറേഞ്ച്മെന്റ്സ് ഒന്നും ലൈനുകൾക്ക് ഇല്ല. അതാണ് എന്ത്, ഫ്രീ വേഴ്സ്. പിന്നെ പറയുന്നതാണ് എൻജാബ്മെന്റ്. എൻജാബ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈൻസ് റൺ ഇൻ ടു ദ നെക്സ്റ്റ് ക്രിയേറ്റ്സ് കണ്ടിന്യൂറ്റി ആൻഡ് എംഫസിസ്. പറഞ്ഞാൽ ഒരു ലൈനിൽ തന്നെ ഒരു മീനിങ് കംപ്ലീറ്റ് ഒതുങ്ങുന്നില്ല, പക്ഷെ എന്താണ് അടുത്ത കണ്ടിന്യൂ ചെയ്യാണ്, അടുത്ത ലൈനിലും അങ്ങനെ എന്താണ് ആ മീനിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എൻജാബ്മെന്റ് എന്നുള്ളതിന്റെ അർത്ഥം. ദെൻ പേഴ്സോണിഫിക്കേഷൻ, നമുക്കറിയാം എന്താണ്, ഗിവിങ് ഹ്യൂമൻ ആട്രിബ്യൂഷൻസ് ടു നോൺ ഹ്യൂമൻ തിങ്സ്. എന്താണ്, ജീവനുള്ള വസ്തുക്കളുടെ എന്താണ് ക്വാളിറ്റീസ് ആർക്ക് കൊടുക്കുക, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് കൊടുക്കുക. അപ്പൊ ദ ട്രീസ് വേവ് യു അവേ, എന്താണ് ട്രീകൾ എന്താണ് നിങ്ങളെ വേവ് യു അവേ, നിങ്ങൾക്ക് എന്താണ് ഗുഡ് ബൈ ടാറ്റ പറയുന്നു എന്ന് പറഞ്ഞാൽ ഗിവ്സ് നേച്ചർ ഹ്യൂമൻ ക്വാളിറ്റീസ്. യഥാർത്ഥത്തിൽ ട്രീ എന്ത് ചെയ്യില്ല, അങ്ങനെ കൈ എന്തില്ല, ആട്ടില്ല. പക്ഷെ എന്താണ് ഇവിടെ മനുഷ്യന്റെ ക്വാളിറ്റീസ് ആർക്ക് കൊടുത്തു, ട്രീക്ക് കൊടുത്തു. ദെൻ ഇമാജറീസ് നമുക്കറിയാം അല്ലെ, ഒരുപാട് ഇമാജറീസ് ഉണ്ട്. വിഷ്വല്, ഓഡിറ്ററി, ഓൾഫാക്ടറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഇമേജസ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വിഷ്വൽ ഇമേജസ് അല്ലെ. എങ്ങനെ, നമുക്ക് ഹിൽസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മെന്റലി എന്താണ് മൈൻഡിൽ ഒരു പിക്ചർ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഹിൽസ്, ഹൗസ്, മെഡോ, ഇതൊക്കെ നമുക്ക് എന്താണ് പിക്ചറൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ വിഷ്വൽ ഇമേജ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ഐറണി, ബിലീഫ് ഇൻ ഓണർഷിപ്പ് വേഴ്സസ് റിയാലിറ്റി റിവീൽസ് ഹ്യൂമൻ ഇഗ്നറൻസ്. ഐറണി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, മനുഷ്യര് ഒരു കാര്യം വിശ്വസിക്കുന്നു പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത്. അത് പറഞ്ഞാല് ബിലീഫ് ഇൻ ഓണർഷിപ്പ്, ഇത് ഈ ഭൂമി എന്റെ സ്വന്തമാണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. അപ്പം ഇത്രയും 5 പോയറ്റിക് ഡിവൈസസ് ആണ് നമ്മുടെ പോയത്തിലുള്ളത്. ഏതൊക്കെ, ഫ്രീ വേഴ്സ്, എൻജാബ്മെന്റ്, പേഴ്സോണിഫിക്കേഷൻ, ഇമാജറി, ഐറണി. ഇനി എന്താണ് നമ്മുടെ ഈ പോയത്തിന്റെ മെസ്സേജ്, എന്താണ് ഈ പോയത്തിൽ എന്താണ്, എന്ത് സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. ഡോണ്ട് ബി പ്രൗഡ് ഓഫ് വാട്ട് യു തിങ്ക് യു ഓൺ. നിനക്ക് സ്വന്തമാണ് എന്ന് വിചാരിക്കുന്നതിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ അമിതമായിട്ട് എന്ത് ചെയ്യരുത്, സന്തോഷിക്കരുത്. നേച്ചർ ഈസ് നോട്ട് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് എ ലിവിങ് എൻറ്റിറ്റി. അതെന്തല്ല, ആർക്കും പ്രകൃതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് എന്തല്ല, ആർക്കും ഒരു പ്രോപ്പർട്ടി അല്ല. കാരണം ഈ പ്രകൃതി എല്ലാവർക്കും സ്വന്തമാണ്. അതെന്താണ്, ഇറ്റ് ഈസ് എ ലിവിങ് എൻറ്റിറ്റി. വി ആർ ടെമ്പററി ഓൺ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ നമ്മൾ താൽക്കാലിക സന്ദർശകരാണ്. എന്നാൽ ദ എർത്ത് ഈസ് പെർമനന്റ്. ഭൂമി എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പം കൺക്ലൂഷന്, ഇനി എന്താണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞത് തന്നെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാതും. മാർഗരറ്റ് അറ്റ്വുഡ്സ് ദ മൊമെന്റ് ഈസ് എ തോട്ട് പ്രൊവോക്കിംഗ് പോം അബൌട്ട് ഹ്യൂമിലിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ നേച്ചർ അല്ലെ. മാർഗരറ്റ് അറ്റ്വുഡിന്റെ എന്താണ് മൊമെന്റ് എന്ന് പറഞ്ഞ പോം എന്താണ്, ഒരു നമ്മുടെ തോട്ട് പ്രൊവോക്കിംഗ് പോമാണ്. അതുപോലെ തന്നെ നേച്ചറിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ടീച്ച് ചെയ്യുന്ന ഒരു പോമാണ്. ഇറ്റ് ടീച്ചസ് us that we are only passing through and we must treat the earth with care, not control. നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ കുറച്ചു കാലം ഇങ്ങനെ പാസ് ചെയ്യണുള്ളൂ അല്ലെ, ജീവിച്ചു പോണുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, ഭൂമിനെ എന്ത് ചെയ്യരുത്, കൺട്രോൾ ചെയ്യരുത്. പക്ഷെ എന്താണ് വിത്ത് കെയർ, ഒരുപാട് പരിപാലിക്കാണ് വേണ്ടത്. അപ്പം എന്ത് ചെയ്യരുത്, നമ്മുടെ ഭൂമിയെ ചൂഷണം ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്ര ഉള്ളൂ നമ്മുടെ പോമ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു all of you.